നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. ക്രിസ്ത്യൻ സഭകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കാൻ ഇനി ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ ക്രിസ്ത്യൻ സഭകളുടെ പങ്കാളിത്തം പ്രധാനമായിരുന്നു. അതിൽ തന്നെ മാണി ഗ്രൂപ്പുമായി ചേർന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ പോക്ക് അതിലെ ഒരു പ്രധാനപ്പെട്ട ചാലക ശക്തിയുമായിരുന്നു എന്നറിയാം. പക്ഷേ ഏറ്റവും അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ കത്തോലിക്ക സഭയടക്കമുള്ള ക്രിസ്ത്യൻ സഭകളുടെ വോട്ടിങ്ങിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് കാണാം. അതിൻ്റെ തുടർച്ച ഇത്തവണ ഉറപ്പാക്കാൻ കഴിയുമോ UDFന് എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഒപ്പം ഷോൺ ജോർജിനെ പോലെയുള്ള PC ജോർജിനെ പോലുള്ള ആളുകൾ, ഒപ്പം കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനൊക്കെയും പോയി മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പലതും മത്സരിക്കുന്നു. ക്രിസ്ത്യൻ സഭകൾക്കകത്തേക്ക് ഒരു ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ. പക്ഷേ അതിന് വിലങ്ങുതടിയായിട്ട് പല സംഭവങ്ങളും ഉണ്ട് നമുക്കറിയാം. ഏറ്റവും അവസാനം ഇപ്പോൾ FCRA നിയമത്തിലെ കടും കൈകളെ ചോദ്യം ചെയ്ത് സഭ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സഭകളെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒരു വളരെ കൺസോൾഡേറ്റ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവാനുള്ള സാധ്യത എന്തുമാത്രമാണ്? ആർക്കാണ് അവരുടെ വിശ്വാസം അവസാനത്തെ മണിക്കൂറിൽ പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ. ജിമ്മിക്ക് എന്താണ് തോന്നുന്നത്? ഏകരൂപമുള്ള ഒരു വോട്ടൊഴുക്കായിരിക്കും ക്രിസ്ത്യൻ സഭകളുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്ന് തോന്നുന്നുണ്ടോ? BJP വിരോധത്തിൽ ഒരു ഏകരൂപത്തിന് സാധ്യതയുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖ സഭകളുടെ കാര്യം എടുത്താൽ പെന്തിക്കോസ്ത് സഭ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത് കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുമുണ്ട്. അവർ വേറെ രീതിയിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് സംശയം, ഈ പാലായിൽ ഷോൺ ജോർജ് മത്സരിക്കുന്ന കാര്യം മോദി മറന്നുപോയതായിരുന്നു. കാരണം FCRA ലൈസൻസിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സഭകളെ ശുണ്ഠി പിടിപ്പിക്കുന്ന, സഭകളുടെ അസ്ഥിവാരം തോണ്ടുന്നതാണ്. വിദേശത്തു നിന്നുള്ള പണം കത്തോലിക്ക സഭകൾക്ക്, വിവിധ ക്രൈസ്തവ സഭകൾക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം വരുന്നതാണ്. അത് FCRA ലൈസൻസ് വഴിയാണ് അവർക്ക് കിട്ടുന്നത്. അതിൻ്റെ പേരിൽ പല കാലത്ത് സഭകളെ ഭരണത്തിലിരിക്കുന്നവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. BJP പ്രത്യേകിച്ചും. അത് കത്തോലിക്ക സഭയെ മാത്രമല്ല, മുസ്ലിം സമുദായ സംഘടനകളെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം മാർച്ച് മാസം 25-ാം തീയതി ഇങ്ങനൊരു വളരെ ഡ്രാക്കോണിയനായിട്ടുള്ള FCRA അമെൻമെൻറ്റ് എന്തിനു കൊണ്ടുവന്നു? പാലായിൽ ഉറപ്പായിട്ട് പണിയുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് പാല ഉപേക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ നോക്കൂ, ഇത്തവണ BJP ജയിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റുകൾ അത് തിരുവനന്തപുരമുണ്ട്, പാലക്കാടുണ്ട്, പിന്നെ നേരെ അങ്ങ് മഞ്ചേശ്വരത്താണ്. തൃശ്ശൂരിൽ ഉണ്ടെന്നും ഇല്ലെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സ്ഥലങ്ങളിലൊന്നും ക്രിസ്ത്യൻ വോട്ടുകൾ അങ്ങനെ ഡിസിസീവ് അല്ല. അതാണ് ലോജിക്. അപ്പോൾ ഷോൺ ജോർജിനെ കൈവിട്ട് കളയുന്നത് മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒഴിച്ചു നിർത്തിയാൽ BJPയുടെ സ്ട്രാറ്റജി കറക്റ്റാണ്. ക്രിസ്ത്യാനികളുടെ വോട്ട് ഇത്തവണ വേണ്ട, തരാം എന്ന് പറഞ്ഞ് ഇവന്മാർ പറ്റിക്കുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതുകൊണ്ട് ഹിന്ദു വോട്ടുകളിലാണ് BJPയുടെ പ്രതീക്ഷ. അതിലാണ് അവരുടെ ആശ്വാസം. അതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഒരു കുന്തവുമില്ല, ക്രിസ്ത്യാനികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് FCRAയിലെ ഈ വലിയ നിയമമാറ്റം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഷോൺ ജോർജ് മോദി വന്ന സ്ഥലമാണ് പല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ കുറച്ച് നേരത്തെ എടുത്ത് കണക്കൂട്ടലോ എന്തോ പറ്റി. അല്ല അജിംസയും BJP ഷോൺ ജോർജ് ക്രിസ്ത്യാനിറ്റി എന്നത് മാറ്റി നിർത്തിയാൽ തന്നെ UDFും LDFും അതിനുവേണ്ടി പിടിക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു സൂചന ഓൾറെഡി ലോക്കൽ ബോഡിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ലോക്സഭയിലെ സ്പ്ലിറ്റ് നോക്കിയാലും അല്ല, ലോക്കൽ ബോഡിയിലെ ഇലക്ഷൻ വളരെ കൃത്യമാണ്. വളരെ വ്യക്തമായ ഒരു ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലും പത്തനംതിട്ടയിലും UDF നടത്തിയ മുന്നേറ്റത്തിൽ അത് കൃത്യമാണ്. അതായത് ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം കുറച്ചുകൂടി ഫ്ലൂയിഡായി എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഈ BJPയിലേക്ക് വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു വന്നു എന്നുള്ളതല്ല. അത് നമ്മൾ അതിനെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. 2019 ആരംഭിച്ചിട്ടുള്ള RSSൻ്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, അതായത് RSS നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രകടമായ ഔട്ട്റീച്ചിൻ്റെ ഫലം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് BJPക്കും RSSനും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള മോദി ഭക്തി, BJP ആഭിമുഖ്യം ക്രിസ്ത്യൻ, പ്രത്യേകിച്ചും കുടിയേറ്റ ക്രിസ്ത്യാനികൾക്കിടയിൽ വ്യാപകമായി വരുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി അവർ കേരളത്തിൽ BJPക്ക് നിർബന്ധമായും വോട്ട് ചെയ്യണം എന്നില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. കേരളത്തിലെ BJP നേരിടുന്ന ഒരു പ്രശ്നം അതിൻ്റെ വിശ്വാസ്യതാ പ്രതിസന്ധിയാണ്. അതിനെ CJP എന്ന് വിളിക്കുന്ന, അല്ല KJP എന്ന് വിളിക്കുന്നവർ, CJP അല്ല KJP എന്ന് വിളിക്കുന്നവർ ധാരാളമുണ്ട്. BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും വോട്ട് ചെയ്യാത്തവരുണ്ട്. അവർ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കാണുന്നത് ഒന്നുകിൽ LDFനെയോ UDFനെയോ ഭരിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം അവർക്ക് BJPയോടോ മോദിയോടോ ആഭിമുഖ്യമില്ല എന്നുള്ളതല്ല. RSSൻ്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വലിയ വിജയം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ കേരളത്തിലെ BJPയാണ് പ്രതിസന്ധി നേരിടുന്നത്. ഈ വോട്ട് തങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പോലും അത് പിടിച്ചെടുക്കാനുള്ള സ്ട്രാറ്റജി അവർക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അവരുടെ സ്ഥാനാർത്ഥി നിർത്തിയതിലുണ്ട്. അപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന FCRA നിയമ ഭേദഗതി ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്തിനായിരിക്കും മോദി ഇത് കൊണ്ടുവന്നത്? ജിമ്മി പറഞ്ഞതിൽ അതിൻ്റെ ഒരു ഉത്തരവുണ്ട്. അതെന്ന് വെച്ചാൽ ഇത്തവണ ആ വോട്ട് വേണ്ട എന്നാണ് BJPയുടെ തീരുമാനം. അതിൽ അത്ര പ്രതീക്ഷയില്ല. അത് തങ്ങളിൽ കിട്ടില്ല എന്നുകൂടി അതിനർത്ഥമുണ്ട്. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി
പ്രയത്നിച്ചപ്പോൾ അതിനെതിരെ കേരളത്തിലെ RSS BJP പ്രവർത്തകർക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ള വലിയൊരു തിരിച്ചടി ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടു. ഇതേ കാരണം കൊണ്ടുകൂടിയാണ് മോദി FCRA നിയമം കൊണ്ടുവരുന്നത്. അതുകൂടി മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ കാരണം? ഇന്ത്യയിലെ സംഘപരിവാറിൽ ഒരു 2 അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഒരഭിപ്രായം BJPയെ മുന്നോട്ട് തള്ളി കൊണ്ടുപോകുക എന്നുള്ളതാണെങ്കിൽ, മറ്റൊരു വിഭാഗം കുറേ കൂടി എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ ആൻറ്റി മുസ്ലിം ഡ്രൈവ്സ് മാത്രം പോരാ, ക്രിസ്ത്യൻ ഡ്രൈവ്സ് കൂടി വേണം, അവന്മാരൊരു പാഠം പഠിപ്പിക്കണം, അവർ മൊത്തം മതം മാറ്റുവാണ്. പക്ഷേ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന, പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ കൂടി വേരുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ആ ടേക്ക് എടുക്കാറില്ല. ആ ടേക്ക് എടുക്കാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന ആൻറ്റി ക്രിസ്ത്യൻ ഡ്രൈവ് വേണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകളിൽ പ്രധാനിയാണ് സുബ്രഹ്മണ്യ സ്വാമി. ആ ഒരു ടീമുണ്ട്. ആ ടീം കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങളായിട്ട് മോദിക്കെതിരെ അതിശക്തമായ പ്രചാരണമാണ് സോഷ്യൽ മീഡിയ അഴിച്ചുവിടുന്നത്. നമ്മൾ ട്വിറ്ററൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഘട്ടം വരെ എത്തി? എപ്സ്റ്റീൻ ഫയലിലെ വിശദാംശങ്ങളും കടന്ന് BJPയിലെ വനിതകൾക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ഈ പറയുന്ന സ്വാളുടെ കിടക്കണം. അങ്ങനെ കിടന്ന് മന്ത്രി അയാളെ വരെ എനിക്കറിയാമെന്ന് സുബ്രഹ്മണ്യ സ്വാമി ഒരു പോഡ്കാസ്റ്റിൽ വിളിച്ച് പറയുന്നത് ട്വിറ്ററിൽ വൈറലാണ്. അതും കടന്ന് മധു പൂർണിമ കിഷോർ എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ്, പഴയ ഫെമിനിസ്റ്റാണ് അവർ പിന്നീട് മോദി ഭക്തിയായി മാറി, മോദിയുടെ ജീവചരിത്രം എഴുതിയ ആളാണ്. മോദി ഇങ്ങനത്തെ ആളാണ് എന്നറിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ഷോക്കിംഗ് ആയി, ഡിപ്രഷനിൽ പോയി, ഞാൻ ചികിത്സ തേടിപ്പോയി, ഞാൻ അയാളെക്കുറിച്ച് എഴുതിയ പുസ്തകം നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യ സ്വാമി പിന്തുണച്ചു വന്നു. ഇത് ഈ ഒരു ദേഷ്യം മറികടക്കാനാണ് യഥാർത്ഥത്തിൽ, അതായത് സംഘപരിവാറിനകത്തെ ഈ എക്സ്ട്രീമിസ്റ്റ് വിഭാഗം, ആൻറ്റി ക്രിസ്ത്യൻ ഡ്രൈവ് വേണമെന്ന് വാദിക്കുന്ന വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ കൂടിയാണ് ഈ FCRA ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് അവർക്ക് ഓൾറെഡി പ്രതീക്ഷ വയ്ക്കുന്നില്ല, അതേസമയം തന്നെ മറ്റേ വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇത് രണ്ടും യാദൃശ്ചികമായി കൂട്ടിമുട്ടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരി, സാജു തോന്നുന്നത് ഇതിനകത്തെ എപ്പോൾ വേണമെങ്കിലും ഈ ആഞ്ഞു കൊത്തും സംഘപരിവാർ എന്നത് ക്രൈസ്തവ സഭകൾ കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ പല വിധത്തിലുള്ള നയതന്ത്രങ്ങൾ ഇതിനിടയ്ക്ക് കണ്ടു. എന്നിട്ടും ഇതൊക്കെ ചെയ്തിട്ടും വോട്ട് കിട്ടിയില്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് BJPയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് BJPക്ക് എതിരാണ്, പിന്നെ അത് അങ്ങോട്ടാ പോവാ? അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സൂചനകൾ UDFന് അനുകൂലമായിരുന്നു. സ്വാഭാവികമായി BJP പിന്നെ എന്തിന് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ സഹായിക്കണം എന്നതായിരിക്കുമല്ലോ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ചിന്ത. അതിനപ്പുറത്തേക്ക് ഇതും ഒരു സമ്മർദ്ദ തന്ത്രമാണോ? നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ സഭയുടെ അടിവാരം മാന്താൻ ശേഷിയുള്ള ഒരു നിയമമാണ് ഈ വരാൻ പോകുന്നത്. അത് വെച്ചിട്ട് ഒരു വിലപേശലിന് അവസാന നിമിഷം സംഘപരിവാർ ഇറങ്ങുകയാണ് എന്നുകൂടി ആലോചിക്കേണ്ടേ നമ്മൾ എന്നുള്ളതാണ്. ഇനി അതിന് സഭാ നേതൃത്വം വഴങ്ങിയാലും അവരൊന്നു മനസ്സിലാക്കുക, ഇത് നല്ല വിഷമുള്ള ഇനമാണ്. ഏത് സമയം വേണമെങ്കിലും നിഷാദെ തിരിഞ്ഞുകുത്തും. അവരോട് ഒന്നേ പറയാനുള്ളൂ, പണ്ട് CH മുഹമ്മദ് കോയ പറഞ്ഞത്, ബഹറിൽ മുസല്ല ഇട്ട് വിരിച്ച് നമസ്കരിച്ചാലും സംഘപരിവാറിനെ വിശ്വസിക്കരുത് എന്ന്. അത് ആവർത്തിച്ച് സഭാ നേതൃത്വങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ കിട്ടിയത് ചെറിയ അടിയായിട്ട് കരുതുക. വേണമെങ്കിൽ പ്രതിരോധത്തിന്റെ ശക്തമായി ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാനുള്ള ശേഷി ആ സഭ വീണ്ടെടുക്കണം എന്നുള്ളതാണ്. ശരി, ഇതിനകത്തൊരു കാര്യമുണ്ട്. അതായത് BJPയുടെ സർക്കാരിൻ്റെ ബജറ്റ് കാണുമ്പോഴും മോദിയുടെ പൊതുപരിപാടികൾ കാണുമ്പോഴും എല്ലാം നമുക്ക് സംശയം, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല, കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരണമില്ല, കേരളത്തിന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസുമില്ല. വായ്? അപ്പോൾ അവർ കേരളത്തെ വിട്ടുകളയുകയാണോ? ഇപ്പം നോക്കൂ, ഇവിടെ FCRA നിയമത്തിൽ ഈ കടുപ്പം കൊണ്ടുവരുന്നു. പശ്ചിമ ബംഗാളിൽ BJPയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലൊന്നാണ് ഈ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെ പാഠം പഠിപ്പിക്കണം. മമതാ ബാനർജി ഇവരെ അനർഹമായി സഹായിക്കുകയാണ്. ഈ പറയുന്ന പല ക്യാമ്പുകൾ, നേത്രദാന ക്യാമ്പുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, രക്തദാന ക്യാമ്പുകൾ എന്നൊക്കെ പരിപാടികൾ നടത്തി വലിയ തോതിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്. അവിടെ മതപരിവർത്തന നിരോധന നിയമം ഇല്ലാത്ത നാടിൻ്റെ മൊത്തം ഗുണവും ഇവരനുഭവിക്കുകയാണ്. ഞങ്ങൾ വന്നാൽ അത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് പശ്ചിമ ബംഗാളിൽ ക്രിസ്ത്യൻ ഹേറ്റ് വലിയ തോതിൽ RSS സംഘപരിവാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് എണ്ണ പകരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ FCRAയുടെ പല്ലും നഖവും കൂടുതൽ ദൃശ്യമാക്കിയിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ലക്ഷ്യം പശ്ചിമ ബംഗാളും അസമും ഒക്കെയാണ്. കേരളത്തിൻ്റെ പരിധിയിലേക്ക് ആ ലക്ഷ്യത്തിൻ്റെ സൂചികകൾ വരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ കേരളത്തെ ഇങ്ങനെ തോൽക്കാൻ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അതിൽ പല സൂചനകളുണ്ട്. ഒന്നിപ്പോൾ നേരത്തെ സാജു പറഞ്ഞതുപോലെ FCRA വെച്ച് ഞങ്ങൾ പിടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് അതിനകത്തുണ്ടോ? അതോ കേരളത്തിലെ വോട്ടുകൾ നഷ്ടപ്പെട്ടോട്ടെ, കേരളത്തിൽ കയ്യിൽ നിന്ന് പോട്ടെ, CPM തുടരട്ടെ എന്ന വലിയ ആലോചന ഉണ്ട്. ആ ഗൂഢാലോചന സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന ഒന്നായിരിക്കുമോ ഇത്? അതോ ചില മണ്ഡലങ്ങൾ മാത്രം ഞങ്ങൾക്ക് മതി, ഷോൺ ജോർജിനെയും PC ജോർജിനെയും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന ചിന്തയാണോ? എന്തായാലും ഇതിനകത്ത് പലതരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.